മലയാളത്തിൽ ഒരു 100 കോടി ഷെയർ എന്നത് ഇതാദ്യമാണ്. തിയേറ്ററിക്കൽ ഷെയറിലൂടെ 100 കോടി നേടുന്ന ചിത്രമായി എമ്പുരാൻ മാറുമ്പോൾ ഇങ്ങനെയും ചില കാര്യങ്ങൾ മലയാള സിനിമയ്ക്ക് സാധിക്കുമെന്നാണ് പലരും ചോദിക്കുന്നത്. പലർക്കും വെല്ലുവിളികൾ ഉയർത്താൻ കഴിഞ്ഞു. അതിനൊക്കെ മറുപടി കൊടുക്കാൻ മോഹൻലാൽ തന്നെ എമ്പുരാനിലൂടെ വരേണ്ടി വന്നു. ഈ കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് ട്രേഡ് അനലിസ്റ്റുകൾ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഇന്നേ ദിവസം ഒഫീഷ്യലായി തന്നെ മോഹൻലാലും ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരും ഈ 100 കോടി ഷെയറിന്റെ വിവരങ്ങൾ പറഞ്ഞുകൊണ്ട് എത്തുകയും ചെയ്തു. പോസ്റ്ററും അവതരിപ്പിച്ചു. മലയാളത്തിലെ എക്കാലത്തെയും വലിയ ഹിറ്റിലേക്കുള്ള കുതിപ്പിലാണ് മോഹൻലാൽ ചിത്രം എമ്പുരാൻ. മാർച്ച് 27 തിയേറ്ററിലെത്തിയ ചിത്രം വമ്പൻ പ്രീ റിലീസ് ഹൈപ്പോടെയാണ് റിലീസ് ചെയ്യപ്പെട്ടത്. പ്രേക്ഷകർ ഈ ചിത്രം എത്രത്തോളം കാത്തിരിക്കുന്നു എന്നതിന് ഉദാഹരണമായിരുന്നു റിലീസ് ദിനത്തിൽ തിയേറ്ററിലേക്ക് ഒഴുകിയെത്തിയ ജനം. തിയേറ്ററിലെ ആരവം പിന്നീടുള്ള ദിവസങ്ങളിലും തുടർന്നതോടെ 100ഉം 200ഉം കോടി ക്ലബ്ബുകളൊക്കെ അനായാസം ചിത്രം ഓടിക്കയറി. ഇപ്പോഴത്തെ ബോക്സ് ഓഫീസിൽ മറ്റൊരു നേട്ടവും സ്വന്തമാക്കിയിരിക്കുകയാണ് എമ്പുരാൻ. 100 കോടി തിയേറ്റർ ഷെയർ വരുന്ന ആദ്യ മലയാള ചിത്രം ആയിരിക്കുകയാണ് എമ്പുരാൻ. ആഗോള ബോക്സ് ഓഫീസിൽ നിന്നുള്ള കണക്കാണ് ഇത്. ട്രാക്കർമാർ ഇന്നലെ വൈകിട്ട് മുതൽ പറയുന്ന ഈ നേട്ടം നിർമ്മാതാക്കൾ ഔദ്യോഗികമായി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു മലയാള സിനിമയ്ക്ക് ഇതുവരെ 100 കോടി ഷെയർ വന്നിട്ടില്ലെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹിയും നിർമ്മാതാവുമായ സുരേഷ് കുമാർ അടുത്തിടെ പറഞ്ഞിരുന്നു. ഇതിന്റെ വീഡിയോയുമായി ചേർത്താണ് മോഹൻലാൽ ആരാധകർ എമ്പുരാന്റെ നേട്ടം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നത്. തെന്നിന്ത്യൻ സിനിമയിൽ 100 കോടി ഷെയർ നേട്ടത്തിലേക്ക് അവസാനമെത്തുന്നത് ബോളിവുഡാണ്. ട്രാക്ക് ടോളിവുഡിന്റെ കണക്കനുസരിച്ച് റോബോ എന്ന 2010 ചിത്രത്തിലൂടെ തമിഴ് സിനിമയാണ് സൗത്ത് ഇന്ത്യയിൽ ആദ്യമായി 100 കോടി ഷെയർ നേട്ടം കൈവരിച്ചത്. ബാഹുബലിയിലൂടെ തെലുങ്ക് സിനിമയും KGF-ലൂടെ കന്നഡ സിനിമയും സമാന നേട്ടം സ്വന്തമാക്കി. ഇതേസമയം ചിത്രത്തിന്റെ ഫൈനൽ ഗ്രോസ് എത്ര വരുമെന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് മോളിവുഡ്. മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും ചിലവേറിയ സിനിമയുമാണ് എമ്പുരാൻ. ആ ചിലവേറിയത് അനുസരിച്ച് തന്നെ അവർക്ക് കളക്ഷനും ലഭിക്കുന്നുണ്ട്. ഇനി പ്രൊഡ്യൂസേഴ്സിന്റെ കണക്കുകൾക്ക് വേണ്ടിയാണ് ഓരോ പ്രേക്ഷകരും കാത്തിരിക്കുന്നത്. അവരുടെ ഈ പ്രഖ്യാപനം കൂടി വന്നാൽ അതിൽ അവർക്ക് സന്തോഷമുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാനായിട്ട് കാത്തിരിക്കുകയാണ് പ്രേക്ഷകരും. കാരണം വെല്ലുവിളിച്ചിട്ടാണല്ലോ പോയത്. കഴിഞ്ഞ ദിവസം എമ്പുരാനുമായി ബന്ധപ്പെട്ട് നിരവധി സർപ്രൈസുകൾ നമുക്ക് മുന്നിലേക്ക് എത്തിയെങ്കിലും അതിലൊരു സർപ്രൈസ് പ്രേക്ഷകർ വലിയ രീതിയിൽ കാത്തിരുന്ന ഒരു കാര്യമായിരുന്നു. ദീപക് ദേവ് സംഗീതത്തിൽ എത്തിയ അസ്രയേൽ എന്ന ഗാനം. ആ ഗാനം പുറത്തുവിട്ടപ്പോൾ ആദ്യം ദീപക് ദേവിനെ ട്രോളിയവരൊക്കെ ഈ ഗാനത്തിന് കൈയടിക്കുന്നു എന്നതാണ്. പക്ഷേ മലയാളികൾ മാത്രമല്ല, ഇന്റർനാഷണൽ ലെവൽ കൈയടിയാണ് ഈ അസ്രയേൽ എന്ന പാട്ടിന് ലഭിക്കുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ അസ്രയേൽ ഗാനത്തിന് വലിയ കൈയടിയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നതും. ഉഷാ ഉദുപ്പിന്റെ ശബ്ദവും ദീപക് ദേവിന്റെ സംഗീതവും ചേർന്നപ്പോൾ ഒരു വേൾഡ് ക്ലാസ് ഐറ്റം ലഭിച്ചു എന്നാണ് ഓരോ പ്രേക്ഷകനും അഭിപ്രായപ്പെടുന്നത്. ദീപക് ദേവ് ഒരുക്കിയ സിനിമയിലെ പശ്ചാത്തല സംഗീതത്തെക്കുറിച്ചും മറ്റും ഗാനങ്ങളെക്കുറിച്ചും ചില അഭിപ്രായങ്ങൾ ഉണ്ടാകാം. എന്നാൽ അസ്രയേൽ എന്നത് പീക്ക് ലെവൽ ഗാനമായിരുന്നു എന്നും പലരും സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിക്കുന്നു. മുരളി ഗോപിയാണ് പാട്ടിന്റെ വരികൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ ഈ പാട്ടിലെ പല കാര്യങ്ങളും സൂചിപ്പിക്കുന്നത് ഷൻ ട്രയാഡിന്റെ അധിപനായ ഷെലോങ് ഷൻ ഖുറേഷി അബ്രാം നെക്സസിന്റെ അധിപൻ അബ്രാം ഖുറേഷിയും തമ്മിലുള്ള യുദ്ധങ്ങൾ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അവർ തമ്മിലുള്ള ഏറ്റുമുട്ടലുകളുടെ വാർത്താ കട്ടിങ്ങുകൾ ഈ വീഡിയോകളിൽ കടന്നു പോകുന്നത് വലിയ രീതിയിൽ കൗതുകമുണ്ടാക്കുന്നുണ്ട്. കേരളത്തിലേക്ക് വരെ ഈ ത്രെട്ട് വരുന്ന കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നതും. എന്തായാലും കാണാനിരിക്കുന്ന ചില സസ്പെൻസുകൾ ഈ പാട്ടിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഈ പാട്ടിന്റെ അവസാനത്തിൽ ഒരു ജയിലറയ്ക്കുള്ളിൽ വിലങ്ങിട്ടിരിക്കുന്ന ഒരാളെ കാണിക്കുന്നുമുണ്ട്. ചില സസ്പെൻസ് കഥാപാത്രങ്ങൾ അടുത്ത പാർട്ടിൽ നമുക്ക് മുന്നിലേക്ക് എത്തുന്നു എന്നതിന്റെ സൂചനകളും ഈ പാട്ടിലൂടെ നൽകുന്നതുമുണ്ട്. കൂടാതെ അടുത്ത പാർട്ടിലേക്ക് ലീഡ് ചെയ്യുന്ന കുറേ സംഭവങ്ങൾ വിശദമായി തന്നെ അതിൽ പറയുന്നുമുണ്ട്. എല്ലാവരും ഒന്ന് ഇരുത്തി കാണേണ്ട പാട്ടായും മാറുകയാണ് അസ്രയേൽ എന്ന ഈ ഗാനം. എമ്പുരാൻ എന്ന സിനിമ ഇറങ്ങി ഖുറേഷി വലിയൊരു തരംഗമുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി വരാൻ പോകുന്നതിന്റെ സൂചന നൽകിയിരിക്കുകയാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ. ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മോഹൻലാൽ സിനിമകളിൽ ഒന്നാണ് തുടരും. വർഷങ്ങൾക്കിപ്പുറം മോഹൻലാലും ശോഭനയും ഒന്നിക്കുന്ന ചിത്രം, 2 സൂപ്പർ ഹിറ്റുകൾക്ക് ശേഷം തരുൺ മൂർത്തിയുടെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ചിത്രം എന്നിങ്ങനെ ഈ ചിത്രത്തിന് നിരവധി പ്രത്യേകതകളുണ്ട്. മികച്ച പ്രതികരണമായിരുന്നു സിനിമയുടെ ട്രെയിലറിനും ലഭിച്ചത്. ഇപ്പോഴത്തെ സിനിമയുടെ റിലീസിനെ പറ്റിയുള്ള അപ്ഡേറ്റ് പുറത്തു വരുന്നത് മെയിലായിരുന്നു തുടരും റിലീസിന് പദ്ധതിയിട്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ചിത്രം ഏപ്രിൽ റിലീസിന് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. സിനിമയുടെ ഛായാഗ്രഹൻ ഷാജികുമാർ നൽകിയ ഒരു അഭിമുഖത്തിലും സിനിമയുടെ റിലീസ് ഡേറ്റിനെ പറ്റി പറയുന്നുണ്ട്. പ്രൊഡ്യൂസറായിട്ട് സംസാരിച്ചപ്പോൾ ഏപ്രിൽ ആയിരിക്കും തുടരും റിലീസ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നാണ് ഷാജികുമാർ പറയുന്നത്. ചിത്രം ഏപ്രിൽ 25-ന് പുറത്തിറങ്ങുമെന്നും അഭ്യൂഹങ്ങളുണ്ട്. എന്നാൽ ചിത്രത്തെക്കുറിച്ച് നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്നും അപ്ഡേറ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. സമീപകാലത്ത് ഇറങ്ങിയ സിനിമകളിൽ ലാലേട്ടൻ എന്ന പെർഫോമറെ ഏറ്റവും നന്നായി കാണാൻ പറ്റുന്ന സിനിമയാണ് തുടരും. ഒന്നും പറയാനില്ല, അദ്ദേഹം ഗംഭീരമാക്കിയിട്ടുണ്ട് എന്നാണ് സിനിമയെക്കുറിച്ച് സംഗീത സംവിധായകൻ ജേക്സ് ബിജോയ് പറഞ്ഞത്. ഫാമിലി ഡ്രാമ സ്വഭാവത്തിൽ ഒരുങ്ങുന്ന തുടരും എന്ന സിനിമയിൽ ഒരു സാധാരണ ടാക്സി ഡ്രൈവറുടെ വേഷത്തിൽ മോഹൻലാൽ എത്തുന്നുണ്ട്. ട്രെയിലറിൽ തന്നെ കാണിക്കുന്ന ഒരു രംഗത്തിൽ ആ മോഹൻലാൽ പെർഫോമറെ നമുക്ക് കാണാനും സാധിച്ചു. അതുകൊണ്ട് പ്രതീക്ഷ പ്രേക്ഷകർക്ക് കൂടുതലുമാണ്. നർമ്മ മുഹൂർത്തങ്ങളും നിറയെ ഫാമിലി ഇമോഷൻസും ഒപ്പം അല്പം നിഗൂഢതയും ബാക്കി വെച്ചാണ് ട്രെയിലർ അവസാനിക്കുന്നതും. മോഹൻലാലിന്റെ ഒരു പക്ക എനർജറ്റിക് പെർഫോമൻസ് ആയിരിക്കും തുടരുമെന്ന സിനിമയിലേത് എന്ന സൂചനയാണ് ആ ട്രെയിലർ നമുക്ക് നൽകിയത്. കൂടാതെ നമ്മളെ കാണാൻ പ്രേരിപ്പിക്കുന്ന പല ഘടകങ്ങളും ഈ ചിത്രത്തിലുണ്ട്. എന്തായാലും എമ്പുരാന്റെ തരംഗം അങ്ങോട്ട് തീരുമ്പോൾ അടുത്ത ആൾ എത്തുകയാണ്, ഷൺമുഖം. ഖുറേഷി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഷൺമുഖത്തെ കാത്തിരിക്കാം.